അഴിമതി മണക്കുന്ന പൂന്തോട്ടം, കരിമണൽ മെഴുകിയ മണിമുറ്റം, ഉമ്മറത്താടുന്ന ഊരിയവാൾ, ഉച്ചത്തിൽ സന്ധ്യയ്ക്ക് കൂട്ടവിളി, ഇവിടെ കൂട്ടവിളി. അയ്യയ്യോ മൊത്തത്തിൽ തേഞ്ഞ പോലായടാ, രാജിവച്ചോടുവാൻ നേരമിങ്ങായടാ. അയ്യയ്യോ മൊത്തത്തിൽ തേഞ്ഞ പോലായടാ, രാജിവച്ചോടുവാൻ നേരമിങ്ങായടാ. നൊട്ടി എന്തരടാ എന്തരേ നൊട്ടി നൊട്ടി രാജിവെക്കണം പോലെ രാജി. ആര് രാജിവെക്കണമെന്ന്? മുഖ്യ രാജിവെക്കണമെന്ന്. അതിലിത്തിരി പുളിക്കും. ഇനി എന്തൊരു പുളിക്കായിരിക്കുന്നു? പുളിച്ച് മൊത്തം നാറിയിരിക്കുകയല്ലേ. പഴുത്ത മൂക്കുള്ള നിങ്ങൾക്ക് എല്ലാം നാറും മാമ, എല്ലാം നാറും. അയ്യോ ഇനി പുഴുവും കൂടെ അരിക്കാനുള്ളടാ. അത് നമ്മൾ അങ്ങ് സഹിച്ചു, നിങ്ങൾ സഹിക്കണ്ട. എന്തരന് മുഖത്ത് നോക്കി കള്ളാന്ന് വിളിച്ചിട്ട് പോലും കുനിഞ്ഞ് നടക്കാൻ വേണ്ടി ഇതുപോലെങ്കിൽ ഉളുപ്പ് വേണ്ടടാ. മാമ മുഖത്ത് നോക്കി ധൈര്യമായിട്ട് അങ്ങനെ വിളിക്കാം. ഇവിടെ ആരുണ്ട് മാമ? ആരുണ്ട്? ഉണ്ടടാ, ചുണയന്മാരുണ്ട്. നിയമസഭയ്ക്ക് അത് വെച്ച് മുഖത്ത് നോക്കി കള്ളാന്ന് വിളിച്ച്. അങ്ങനെ ആരും അമ്മ വിളിച്ചത്? 2020 കേരളത്തിന്റെ നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളാണു കള്ളൻ, നിങ്ങളാണു കള്ളൻ, നിങ്ങളുടെ കുടുംബമാണ് കള്ളൻ. എന്ത് ചിരിക്കിന്? ഇതെന്നു മാമ പറഞ്ഞത്? അതെനിക്കെങ്ങനെ അറിയാം? മാമ ഷാജി പറഞ്ഞത് എന്തെന്ന്? 2020. ഇപ്പൊ എത്ര? 2024. ഇതിലെന്തൊരു മാമ പുതുമയിരിക്കണത്? പുതുമ ഇല്ലാതുണ്ട്. എന്റെ മാമ 4 വർഷമായിട്ട് കള്ളനെന്ന് തെളിയിക്കാൻ പറ്റില്ല. അതിലെന്തൊരു പുതുമ എന്നാണ് ഞാൻ ചോദിച്ചത്. ഓ അങ്ങനെയാണോ? ഓ നീ സമാനപ്പെട്. കള്ളൻ എന്നതാ ഇപ്പൊ തെളിയിക്കും. കള്ളനെന്ന് ഇപ്പൊ തെളിയിക്കും. നിങ്ങള് ഞൊട്ടും മാമ, ഞൊട്ടും. എടേ പ്രാട്ടിയേ, കോടിയേരിയിലെ മോനൊരു കാര്യം വന്നപ്പം എന്റെ 2 സൈറ്റ് പാർട്ടി സ്ഥാനം രാജിവെച്ച് അങ്ങനെ അന്വേഷണത്തിനാ നേരിട്ട്. നിങ്ങളിപ്പോ ഇതൊക്കെ എന്തിനു പറയണ ഇവിടെ? നിന്റെ മുഖ്യനും അതേപോലെ ഒന്ന് ചെയ്തുകൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. മാമ അന്ന് പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ഇപ്പൊ അതുപോലെയാണ് മാമ. അത് ശരി. അപ്പം യോഗ്യതയുള്ള ആരും മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ ഇല്ലേ? ഇത്രയും ധൈര്യവും കഴിവും തന്റെയോടുള്ള വേറെ ആരുണ്ടോ മാമ ഇവിടെ? അതാണ്, ഇത്രയും ധൈര്യവും അതേപോലെ ഉളുപ്പും ഇല്ലാത്ത ഒരു മുഖ്യമന്ത്രി ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ്. എന്റെ പൊന്നു മാമ, നിങ്ങൾക്ക് എത്ര വയസ്സായി? എനിക്ക് 88 കഴിഞ്ഞടാ. പക്ഷെ അതിനുള്ള വിവരം നിങ്ങൾക്കില്ലല്ലോ മാമ. നിന്റെ മുമ്പ് വരുമ്പോഴാണ് ഞാൻ വിവരദോഷിയായി പോണത്. മാമ നമ്മളെ എങ്ങനെ മുഖ്യമന്ത്രിയായി? മുഖ്യമന്ത്രി നിന്നെ പോലെ ഉള്ളവന്മാര് തെരഞ്ഞെടുത്ത് വിട്ടത് അല്ല മാമ. പിന്നെ നല്ലവരായ നാട്ടുകാരെ വോട്ട് കൊണ്ടാണ് ജയിച്ചത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അബദ്ധം പറ്റിയത്. എന്റെ മാമ നിസ്സാരമായിട്ട് ഈ മന്ത്രിസ്ഥാനം എടുത്ത് കളഞ്ഞിട്ട് പോകാൻ പറ്റുമോ? എന്താ പോയി പൊക്കൂടാത്തത്? നിങ്ങളൊക്കെ കവാലത്തിൽ അടിക്കും പോലെ ആയി പോയില്ലാമ. ഇപ്പൊ കവാലത്തിൽ അടിച്ചോണ്ടിരിക്കല്ലേ ഡെയിലി? അതെങ്ങനെ? എടാ, കാലാകാലങ്ങളിൽ ഇവിടെ ഭരിച്ചിട്ടുള്ള മുഖ്യമന്ത്രിമാരെ ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഭരിച്ചോണ്ടിരുന്നത്. അപ്പൊ അതിനെക്കാട്ടി വലുതാണ് നമ്മളെ മുഖ്യമന്ത്രി. എങ്ങനെ മാമ, നമ്മളെ മുഖ്യമന്ത്രി ജനങ്ങൾക്ക് വേണ്ടിയല്ലേ ഭരിക്കണത്? ജനങ്ങൾക്ക് വേണ്ടിയല്ലടാ, പിന്നെ അന്തം കമ്മികൾക്ക് വേണ്ടിയും അവനവന്റെ കുടുംബത്തിന് വേണ്ടിയാണ് ഭരിക്കുന്നത്. തന്നെ?